Assalamu alaikum. Good morning, my dear students. Welcome back to our English class. Okay, yesterday we started a new topic. When a sapling is planted, a speech by Wangare Maathai. Then, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വാങ്കരെ മാത്തയുടെ ഒരു സ്പീച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. Then now we can continue the speech. Take page number 109. Okay. Then listen. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഒറേറ്റർ എന്തൊക്കെ മനസ്സിലാക്കി, എൻവിറോൺമെൻറ്റ് എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ മിസ്മാനേജ്മെൻറ്റ് ഇതൊക്കെ മനസ്സിലാക്കി. മാത്രമല്ല വി അണ്ടർമൈൻ ദ ക്വാളിറ്റി ഓഫ് അവർ ലൈഫ് ആൻഡ് ദാറ്റ് ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ. വരും തലമുറയെ തന്നെ ഇത് ബാധിക്കുമെന്നുള്ള ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ്, ട്രീ പ്ലാന്റിംഗ് ബിക്കെയിം എ നാച്ചുറൽ ചോയ്സ് ടു അഡ്രസ് സം ഓഫ് ദ ഇനീഷ്യൽ ബേസിക് നീഡ്സ് ഐഡൻറ്റിഫൈഡ് ബൈ വിമൻ. ട്രീ പ്ലാന്റിംഗ് ബിക്കെയിം എ നാച്ചുറൽ ചോയ്സ്. അപ്പോൾ ട്രീ പ്ലാന്റിംഗ്, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്, ബിക്കെയിം എ നാച്ചുറൽ ചോയ്സ്, ഒരു പ്രകൃതിയുടെ ചോയ്സായി മാറി. ടു അഡ്രസ് സം ഓഫ് ദ ഇനീഷ്യൽ ബേസിക് നീഡ്സ് ഐഡൻറ്റിഫൈഡ് ബൈ വിമൺ. അപ്പോൾ സ്ത്രീകളുടെ കുറേ ബേസിക് നീഡ്സ്, ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രീ പ്ലാന്റിംഗ് ആണ് എന്നുള്ളത് മനസ്സിലായി. ആൾസോ ട്രീ പ്ലാന്റിംഗ് ഈസ് സിമ്പിൾ, അറ്റൈനബിൾ ആൻഡ് ഗ്യാരണ്ടീസ് ക്വിക്ക് സക്സസ്ഫുൾ റിസൾട്ട് വിത്തിൻ എ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ട്രീ പ്ലാന്റിംഗ് ആണ് എന്നുള്ളത് മനസ്സിലാക്കി. അത് മാത്രമല്ല, സ്ത്രീകളുടെ ആവശ്യങ്ങൾ പരിഹരിക്കാം എന്നുള്ളത് മാത്രമല്ല, ട്രീ പ്ലാന്റിംഗ് ഈസ് സിമ്പിൾ. ട്രീ പ്ലാന്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? സിമ്പിളാണ്. ആൻഡ് അറ്റൈനബിൾ, നമുക്ക് നേടാൻ കഴിയുന്നതാണ്. ആൻഡ് ഗ്യാരണ്ടീസ് ക്വിക്ക്, വേഗത്തിൽ എന്ത് കിട്ടുന്നതാണ്? റിസൾട്ട് കിട്ടുന്നതാണ്. സക്സസ്ഫുൾ റിസൾട്ട് വിത്തിൻ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം. അപ്പോൾ ഒരു പ്രത്യേക സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് ലഭിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയാണ് എന്ത്? ട്രീ പ്ലാന്റിംഗ്. ദിസ് സസ്റ്റെയിൻസ് ഇൻട്രസ്റ്റ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ്. പിന്നെയോ ഇതിൽ ഇൻട്രസ്റ്റും കമ്മിറ്റ്മെൻറ്റും ഉണ്ടായാൽ മാത്രം മതി. അതായത് ഇതിനോട് ഇൻട്രസ്റ്റും അതുപോലെ കമ്മിറ്റ്മെൻറ്റും ഉണ്ടായാൽ മാത്രം മതി നമുക്ക് എത്രയും പെട്ടെന്ന് അത് ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അല്ലെങ്കിൽ സക്സസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒന്നാണ് ട്രീ പ്ലാന്റിംഗ് എന്നുള്ളത് തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. Together we have planted over 30 million trees that provide fuel, food, shelter and income to support our children's education and household needs. The activity also creates employment and improves soil and watersheds. Then together, ഒരുമിച്ച്, we have planted, ഞങ്ങൾ നട്ടു, over 30 million trees, 30 മില്യൺ മരങ്ങൾ ഞങ്ങൾ നട്ടു. ദാറ്റ് പ്രൊവൈഡ്, അതെന്തൊക്കെയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? ഫ്യൂവൽ, ഇന്ധനം, ഫുഡ്, ഷെൽട്ടർ ആൻഡ് ഇൻകം ടു സപ്പോർട്ട് അവർ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വരുമാനം വരെ ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ? പ്രൊവൈഡ് ചെയ്യാം അല്ലെങ്കിൽ കിട്ടാം. ആൻഡ് ഹൗസ് ഹോൾഡ് നീഡ്സ്, പിന്നെ വീട്ടിലെ ആവശ്യങ്ങളും. ദ ആക്ടിവിറ്റി ആൾസോ ക്രിയേറ്റ്സ് എംപ്ലോയ്മെൻറ്റ്. ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ആൻഡ് ഇംപ്രൂവ് സോയിൽ, മണ്ണിനെ ഇംപ്രൂവ് ചെയ്യാൻ കഴിയും. ആൻഡ് വാട്ടർഷെഡ്സും ഇതാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, അപ്പോൾ വെള്ളത്തിൻ്റെ ജലലഭ്യത ഇല്ലായ്മയെ ഇല്ലാതാക്കാനും ഇതിലൂടെ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി. ടുഗദർ വി ഹാവ് പ്ലാന്റഡ് over 30 million trees and provide fuel, food, shelter and income to support our children's education and household needs. The activity also creates employment and improves soil and watersheds. അപ്പോൾ ഒരുമിച്ച് നമ്മൾ ഒരു 30 മില്യൺ ട്രീസ് നടുകയാണെങ്കിൽ, ഇപ്പോൾ പറയുന്നത് നടേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഒരുമിച്ച് നമ്മളൊരു 30 മില്യൺ ട്രീസ് നടേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ നടുകയാണെങ്കിൽ
അപ്പോൾ നമുക്ക് എന്തൊക്കെ ലഭിക്കും? ഫ്യൂവൽ, ഫുഡ്, ഷെൽട്ടർ ആൻഡ് income to support our children's education and household needs, and also creates employment and improves soil water sheds. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഏകദേശം 300 മില്യൺ ട്രീസ് നമ്മൾ നടുകയാണെങ്കിൽ ഫ്യൂവൽ, ഫുഡ്, ഷെൽട്ടർ ആൻഡ് ഇൻകം ടു സപ്പോർട്ട് അവർ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ആൻഡ് ഹൗസ് ഹോൾഡ് നീഡ്സ്, ആൻഡ് ആൾസോ ക്രിയേറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇംപ്രൂവ് സോയിൽ ആൻഡ് വാട്ടർ ഷെഡ്സ്. അപ്പോൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളാണ് ഈ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇനീഷ്യലി, തുടക്കത്തിൽ ദ വർക്ക് വാസ് ഡിഫിക്കൽട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദീദിയുടെ ആ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോഴും തുടക്കത്തിൽ എന്തായിരുന്നു? ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ഇർഫാൻ ആലത്തിൻ്റെ ആ ഒരു ചാപ്റ്റർ പഠിച്ചപ്പോഴും അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ ഇവിടെയും ഇനീഷ്യലി ദ വർക്ക് വാസ് ഡിഫിക്കൽട്ട് ബിക്കോസ്, തുടക്കത്തിൽ ഇതിൻ്റെ ജോലി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിഫിക്കൽട്ടായിരുന്നു. Because they were unaware that a degraded environment leads to a scramble for scarce resources and may culminate in poverty and even conflict. അപ്പോൾ ഫസ്റ്റിൽ അവരുടെ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എന്തായിരുന്നു? എന്ത് കാരണമാണ്? they were unaware that a degraded environment. അപ്പോൾ ഇവരുടെ അൺഅവെയർനെസ്, ബോധവൽക്കരണമില്ലായ്മ അല്ലെങ്കിൽ അറിവില്ലായ്മ. വേർ അൺഅവെയർ, അവർ എന്താണ്? അറിവില്ലാത്തവരാണ്. ദാറ്റ് ദ ഡീഗ്രേഡഡ് എൻവിറോൺമെൻറ്റ്. അപ്പോൾ ഇതുപോലെ ഡീഗ്രഡേഷൻ നടക്കുന്ന ഈ എൻവിറോൺമെൻറ്റിൻ്റെ കുറിച്ചുള്ള ബോധമൊന്നും ആർക്കില്ല? ഈ ആഫ്രിക്കൻ വിമൺ ഇല്ല. സോ ദാറ്റ് എ ഡീഗ്രേഡഡ് എൻവിറോൺമെൻറ്റ് ലീഡ്സ് ടു, അതുപോലെ ഈ ഡീഗ്രേഡഡ് എൻവിറോൺമെൻറ്റ് എന്തിനൊക്കെ കാരണമാവും? ഇങ്ങനെ എൻവിറോൺമെൻറ്റ് നശിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തിനെല്ലാം കാരണമാകും എന്നതിനുള്ളതിനെ കുറിച്ചുള്ള ബോധവൽക്കരണം ഇല്ലായ്മ. ലീഡ്സ് ടു എ സ്ക്രാമ്പിൾ ഫോർ എ സ്കാർസ് റിസോഴ്സസ് ആൻഡ് മേ അൾമിനേറ്റ് ഇൻ പോവർട്ടി ആൻഡ് ഈവൻ കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ റിസോഴ്സിനെ ബാധിക്കുമെന്ന്, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഉറവിടങ്ങൾ, ഭക്ഷ്യ ഉറവിടങ്ങൾ, അതുപോലെ ജലത്തിൻ്റെ ലഭ്യത, അതുപോലെ ഫുഡ്, ഫയർ, അങ്ങനെ എല്ലാ കാര്യങ്ങളെയും ബാധിക്കുമെന്നുള്ള അറിവില്ലായ്മ. മാത്രമല്ല അതെന്തിലേക്കാണ് ലാസ്റ്റ് എത്തിച്ചേരുക? യെസ്, പോവർട്ടി അല്ലേ? അതെന്തിലേക്കാണ് എത്തിച്ചേരുക? പോവർട്ടിയിലേക്ക്. കൾമിനേറ്റ് ഇൻ പോവർട്ടി, അത് അവസാനിക്കുക. അതായത് ഇങ്ങനെയുള്ളൊരു സംഭവം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എത്തിച്ചേരുക, അവസാനിക്കുക എവിടെയാണ്? പോവർട്ടിയിലാണ്. ആൻഡ് ഈവൻ എ കോൺഫ്ലിക്റ്റ്, അല്ല ഒരു സംഘട്ടനത്തിൽ പോലും അത് എത്തിച്ചേരാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഇവർക്ക് അറിയില്ല. ആ ഒരു അറിവില്ലായ്മയാണ് ഫസ്റ്റ് ഡിഫിക്കൽട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബോധമില്ലാത്ത ആളുകളോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും കാര്യമല്ലേ അല്ലേ? അപ്പോൾ നമ്മുടെ നിങ്ങൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല എങ്കിൽ നമ്മളോട് അതെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. അപ്പോൾ അവിടെ ആദ്യം നടത്തേണ്ടത് ബോധവൽക്കരണമാണ് നടത്തേണ്ടത്. അവയർനെസ് ക്ലാസ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ദേ വർ ആൾസോ അൺഅവെയർ ഓഫ് ദ ഇൻജസ്റ്റിസ് ഓഫ് ഇൻ്റർനാഷണൽ എക്കണോമിക് അറേഞ്ച്മെൻറ്റ്സ്. അതുമാത്രമല്ല അവർക്ക് എന്തിനെക്കുറിച്ചുള്ള അറിവില്ല? ഇൻജസ്റ്റിസ് ഓഫ് ഇൻ്റർനാഷണൽ എക്കണോമിക് അറേഞ്ച്മെൻറ്റ്സ്. അപ്പോൾ എക്കണോമിക് അറേഞ്ച്മെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള ആ ഒരു അറിവില്ലായ്മയും അതൊന്നും ഇല്ല ആർക്ക്? ഇവർക്ക്. ലേറ്റർ ദേ ബിക്കെയിം അവെയർ ഓഫ് ദി വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ദി എക്കോസിസ്റ്റം. ലേറ്റർ, പിന്നീട്. അപ്പോൾ ഇവർക്ക് ഫസ്റ്റ് കൊടുക്കേണ്ടത് എന്താണ്? അവെയർനെസ് ക്ലാസ് ആണ് അബൌട്ട് ദിസ് ഡീഗ്രേഡഡ് എൻവിറോൺമെൻറ്റ്. നമ്മുടെ ഈ ഡീഗ്രേഡഡ് എൻവിറോൺമെൻറ്റ് എന്തിലേക്ക് നയിക്കും, എന്തിലേക്കെല്ലാം എത്തിച്ചേരും എന്നതിനെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സാണ് ആദ്യം ഇവർക്ക്, ബോധവൽക്കരണമാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. ലൈറ്റർ, പിന്നീട്. അങ്ങനെ എന്ത് ചെയ്തു? ആ ഒരു ഇത് കൊടുത്തതിൻ്റെ ഫലമായിട്ട് പിന്നീട് ദേ ബിക്കെയിം അവെയർ ഓഫ് ദ വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ എക്കോസിസ്റ്റംസ്. അപ്പോൾ ഈ എക്കോസിസ്റ്റംസിൻ്റെ ഈ വൈഡ് സ്പ്രെഡ് ഡിസ്ട്രക്ഷനെ കുറിച്ചിട്ടുള്ള അവെയർനെസ് അവർക്ക് കിട്ടി. എസ്പെഷ്യലി ത്രൂ ഡീഫോറസ്ട്രേഷൻ, വനനശീകരണം, പ്രത്യേകിച്ചും വനനശീകരണം, ക്ലൈമാറ്റിക് ഇൻസ്റ്റെബിലിറ്റി ആൻഡ് കണ്ടാമിനേഷൻ ഓഫ് ദ സോയിൽ ആൻഡ് വാട്ടേഴ്സ്. അപ്പോൾ ഡീഫോറസ്ട്രേഷൻ മൂലം നടക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതിനെക്കുറിച്ച് കൂടുതലായിട്ട് അവയർനെസ് ഇവർക്ക് കൊടുത്തു. അപ്പോൾ ഡീഫോറസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനനശീകരണമാണ് അല്ലേ? അപ്പോൾ വനനശീകരണത്തിലൂടെ ക്ലൈമറ്റ് മാറും, ക്ലൈമറ്റിൻ്റെ മാറ്റം ഉണ്ടാവും. ആൻഡ് കണ്ടാമിനേഷൻ ഓഫ് ദ സോയിൽ, ഭൂമി എന്ത് ചെയ്യും? വരണ്ടു പോവും, വെള്ളം വരണ്ടു പോവും. ഓൾ കോൺട്രിബ്യൂട്ടഡ് ടു
എക്സ്ക്രൂഷിയേറ്റിംഗ് പോവർട്ടി ആൻഡ് സബ്സിക്വൻറ്റ് റിയോട്ട്സ്. എങ്ങനെ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും ഡീഫോറസ്റ്റേഷൻ ആണെങ്കിലും അത് ക്ലൈമറ്റിൽ മാറ്റം വരും. അപ്പോൾ മഴ കൃത്യമായിട്ട് കിട്ടാത്ത അവസ്ഥയാവും, അല്ലെങ്കിൽ ചൂട് കൂടും, അപ്പോൾ കൃഷി നശിക്കും, ഭൂമി വരളും, വെള്ളമില്ലാത്ത അവസ്ഥ വരും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവരെ കൃഷിയെ ബാധിക്കും. ആ കൃഷിയുടെ നാശം എന്തിന് കാരണമാവും? പോവർട്ടിക്ക് കാരണമാവും. അപ്പോൾ എങ്ങനെ ഏത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് അവസാനം എത്തിച്ചേരുന്നത് എന്തിലാണ്? പോവർട്ടിയിലാണ്. Okay, then next, although initially the Green Belt movement's tree planting activities did not address issues of democracy and peace, it soon became clear that a responsible governance of the environment was impossible without democratic space. അപ്പോൾ ഫസ്റ്റിൽ തുടക്കത്തിൽ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആൾദോ ഇനീഷ്യലി ദ ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്, അത് ആ മൂവ്മെൻറ്റിൻ്റെ പേരാണെന്ത്? ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ്. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലാന്റിംഗ് ആക്ടിവിറ്റീസ് ഡിഡ് നോട്ട് അഡ്രസ് ഇഷ്യൂസ് ഓഫ് ഡെമോക്രസി ആൻഡ് പീസ്. അപ്പോൾ ജനാധിപത്യപരമായിട്ട് അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള അതിനെക്കുറിച്ചൊന്നും ഉള്ള ഒരു ഇഷ്യൂസിനെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഇറ്റ് സൂൺ ബിക്കെയിം, പെട്ടെന്ന് തന്നെ ക്ലിയർ ദാറ്റ് റെസ്പോൺസിബിൾ ഗവേണൻസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു റെസ്പോൺസിബിൾ ഗവേണൻസ് വേണം എന്നുള്ളതിൻ്റെ ആവശ്യകത പെട്ടെന്ന് തന്നെ മനസ്സിലായി. ആൻഡ് വിത്തൗട്ട് ഡെമോക്രാറ്റിക് സ്പേസ്. ഓക്കെ, therefore the tree became a symbol for the democratic struggle in Kenya. അങ്ങനെ അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യകത ഉണ്ട് എന്നുള്ളത് മനസ്സിലായത് തുടക്കത്തിൽ അറിയില്ലായിരുന്നു, പിന്നീടാണ് അത് മനസ്സിലായത്. ദെൻ അങ്ങനെ therefore അങ്ങനെയാണ് the tree became a symbol for the democratic struggle in Kenya. ഡെമോക്രാറ്റിക് ഇൻ കെനിയയുടെ സിമ്പിളായിട്ട് ഡെമോക്രാറ്റിക് സിമ്പിളായിട്ട് എന്ത് വരാൻ കാരണം? ട്രീ വരാൻ കാരണം. സിറ്റിസൺസ് were mobilized to challenge widespread abuse of power, corruption and environmental mismanagement. അപ്പോൾ ഈ വെല്ലുവിളികളൊക്കെ എന്താണ്? ഇവരിൽ ചലനങ്ങളുണ്ടാക്കി. വൈഡ് അബ്യൂസ് ഓഫ് പവറിൻ്റെ അബ്യൂസ്, അതുപോലെ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ, കൈക്കൂലി. ആൻഡ് എൻവിറോൺമെൻറ്റൽ മിസ്മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ എൻവിറോൺമെൻറ്റൽ മിസ്മാനേജ്മെൻറ്റ്, എൻവിറോൺമെൻറ്റിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക, അതിനെ ദുരുപയോഗം ചെയ്യുക. പിന്നെ കറപ്ഷൻ, അതുപോലെ പവർ, വൈഡ് സ്പ്രെഡ് അബ്യൂസ് ഓഫ് പവർ. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഉയർന്ന ഒരു സ്ഥാനത്തിലിരിക്കുന്ന ഒരാളെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അയാളുടെ പവർ നമ്മൾ അബ്യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടിയിട്ട് കൂടുതൽ പൈസ കൊടുത്തും കൂടുതൽ വാഗ്ദാനങ്ങൾ നൽകിയിട്ടും ആ പവറിനെ നമ്മൾ മിസ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മിസ്യൂസും കറപ്ഷനും എൻവിറോൺമെൻറ്റൽ മിസ്മാനേജ്മെൻറ്റും ഒക്കെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സിറ്റിസൺസിൻ്റെ കെനിയയിലെ ആളുകളുടെ മൈൻഡിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവാൻ തുടങ്ങി എന്നുള്ളതാണ്. Okay, then next paragraph. In time, the tree also became a symbol for peace and conflict resolution, especially during ethnic conflicts. അങ്ങനെ ഈ സമയത്താണ് the tree also became a symbol for peace. മരം എന്തിൻ്റെ സിമ്പലായിട്ട് മാറിയത്? പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. അപ്പോൾ പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. അപ്പോൾ ഈ സമയത്താണ് ട്രീ സമാധാനത്തിൻ്റെയും അതുപോലെ പ്രോബ്ലം സോൾവിങ്ങിൻ്റെയും അതായത് കോൺഫ്ലിക്റ്റിനെ ഇല്ലാതാക്കുന്നതിൻ്റെയും ചിഹ്നമായിട്ട് മാറാൻ കാരണം. എസ്പെഷ്യലി ഡ്യൂറിങ് എത്നിക് കോൺഫ്ലിക്ട്സ്. എത്നിക് കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞാൽ വംശീയ കലാപങ്ങൾ. അപ്പോൾ എത്നിക് കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ കലാപമാണ്, എത്നിക് എന്ന് പറഞ്ഞാൽ വംശീയം. അപ്പോൾ വംശീയ കലാപങ്ങൾ അവസാനിപ്പിച്ച് അവിടെ സമാധാനം കൊണ്ടുവന്നത് ഈ ഒരു ടൈമിൽ. അതുകൊണ്ട് തന്നെ അവിടെ ട്രീ എന്തിൻ്റെ സിമ്പിളായിട്ട് മാറി? പീസിൻ്റെ ആൻഡ് കോൺഫ്ലിക്റ്റ് റിസൊല്യൂഷൻ്റെയും സിമ്പിളായി മാറി. ഇനി എങ്ങനെയാണ് ട്രീ അതിൻ്റെ സിമ്പിളായി മാറിയത് എന്നുള്ളതാണ് പറയുന്നത്. അതിലൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെയാണ് കേട്ടോ. 5ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. യൂസിങ് ട്രീസ് ആസ് എ സിമ്പിൾ ഓഫ് പീസ് ഈസ് ഇൻ കീപ്പിംഗ് വിത്ത് എ വൈൽഡ് സ്പ്രെഡ് ആഫ്രിക്കൻ ട്രഡീഷൻ. യൂസിങ് ട്രീസ്, മരങ്ങൾ ആസ് എ സിമ്പിൾ ഓഫ് പീസ്, സമാധാനത്തിൻ്റെ ചിഹ്നമാണ്. ഈസ് ഇൻ കീപ്പിംഗ് വിത്ത് എ വൈഡ് സ്പ്രെഡ് ആഫ്രിക്കൻ ട്രഡീഷൻ. ആഫ്രിക്കയുടെ പാരമ്പര്യത്തിൽ, ട്രഡീഷനിൽ, ആഫ്രിക്കയുടെ ചരിത്രത്തിൽ ട്രീ എന്ന് പറയുന്നത് എന്താണ്? പീസിൻ്റെ സിമ്പിളാണ്.
ഫോർ എക്സാമ്പിൾ, ഇനി അതിനെ അവർ പറയുന്നത് എന്താണ്? ദ എൽഡേഴ്സ് ഓഫ് കൈക്കുയു ക്യാരിഡ് എ സ്റ്റാഫ് ഫ്രം ദ തിഗി ട്രീ ദാറ്റ് when placed between two disputing sides caused them to stop fighting and seek reconciliation. അതായത് ഫോർ എക്സാമ്പിൾ, ദ എൽഡേഴ്സ് ഓഫ് ദ കൈക്കുയുവിലെ എൽഡേഴ്സ് ആയിട്ടുള്ള കുറേ സ്റ്റാഫ് ക്യാരീഡ്സ് എ സ്റ്റാഫ് ഫ്രം തിഗി ട്രീ. അവർ ഈ തിഗി ട്രീ എന്ന് പറയുന്ന സാധനം, ഈ മരം കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്തു? വെൻ പ്ലേസ്ഡ് ബിറ്റ്വീൻ ടു ഡിസ്പ്യൂട്ടിങ് സൈഡ്, അതായത് രണ്ട് വംശങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്ന അല്ലെങ്കിൽ കലാപം നടക്കുന്ന ആ അതിർത്തിയിൽ എന്ത് ചെയ്തു? ഈ തിഗി ട്രീനെ കൊണ്ട് വെച്ചു. അത് എന്തായി? ഒരു അതിരായിട്ട് അല്ലേ? അപ്പോൾ സ്ഥിരമായിട്ട് കലാപം നടക്കുന്ന രണ്ട് സ്ഥലങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് വംശക്കാരുടെ ഇടയിൽ എന്ത് ചെയ്തു? ഈ തിഗി ട്രീസിനെ കൊണ്ടുപോയിട്ട് പ്ലാന്റ് ചെയ്തു. കോസ്ഡ് ദം ടു സ്റ്റോപ്പ് ഫൈറ്റിംഗ്. അതെന്തിന് കാരണമായി? ഈ അവർ തമ്മിലുള്ള ആ ഫൈറ്റിങ് സ്റ്റോപ്പ് ചെയ്യാൻ കാരണമായി. ആൻഡ് സീക്ക് റീകോൺസിലിയേഷൻ. സച്ച് പ്രാക്ടീസസ് ആർ പാർട്ട് ഓഫ് ആൻ എക്സ്റ്റെൻസീവ് കൾച്ചറൽ ഹെറിറ്റേജ്. അപ്പോൾ ഈ സംഭവം, ഇത്തരം തരത്തിലുള്ള പ്രാക്ടീസസ് ഒക്കെ അപ്പോൾ എന്താ പറയുന്നത്? എക്സ്റ്റെൻസീവ് കൾച്ചറൽ ഹെറിറ്റേജ്, സാംസ്കാരിക പൈതൃകങ്ങൾ. കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇന്ത്യക്കൊരു സാംസ്കാരിക പൈതൃകമുണ്ട്, അതുപോലെ ആഫ്രിക്കയ്ക്കുണ്ട്. ഓരോ സ്ഥലങ്ങൾക്കും അതിൻ്റേതായ സാംസ്കാരിക മൂല്യങ്ങളും പൈതൃകങ്ങളും ഉണ്ട് അല്ലേ? അപ്പോൾ സച്ച് പ്രാക്ടീസസ് ആർ പാർട്ട് ഓഫ് ആൻ എക്സ്റ്റെൻസീവ് കൾച്ചറൽ ഹെറിറ്റേജ് വിച്ച് കോൺട്രിബ്യൂട്ട് ബോത്ത് ടു കൺസർവേഷൻ ഓഫ് ഹാബിറ്ററ്റ്സ് ആൻഡ് ടു കൾച്ചറൽസ് ഓഫ് പീസ്. അപ്പോൾ ഇങ്ങനെ ഉള്ള സമാധാനം കൊണ്ടുവരാൻ ഈ മരങ്ങൾ വെച്ച് പിടിച്ചതിലൂടെ സാധിച്ചു എന്നാണ് പറയുന്നത്. അത് തന്നെ സമാധാനം ഉണ്ടാക്കാനുള്ള, അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ സമാധാനത്തിൻ്റെ സിമ്പലായിട്ട് മരങ്ങൾ മാറാൻ കാരണം. ദെൻ നെക്സ്റ്റ്, എക്സലൻസീസ്, ഫ്രണ്ട്സ്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ. വീണ്ടും അവരെ എന്ത് ചെയ്യാണ്? ഒന്നുകൂടെ ഇതിലേക്ക് സല്യൂട്ടേഷൻ നടത്തുകയാണ്. എക്സലൻസീസ്, ഫ്രണ്ട്സ്, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ഇറ്റ് ഈസ് 30 years സിൻസ് വി സ്റ്റാർട്ടഡ് ദിസ് വർക്ക്. ഏകദേശം 30 വർഷം ആയി ഞങ്ങൾ ഈ വർക്ക്, വി സ്റ്റാർട്ടഡ് ദിസ് വർക്ക്, ഈ വർക്ക് തുടങ്ങിയിട്ട്. ആക്ടിവിറ്റീസ് ആൻഡ് ഡിവാസ്റ്റേറ്റ് ദ എൻവിറോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റീസ് കണ്ടിന്യൂ അൺഅബേറ്റഡ്. അപ്പോൾ ആക്ടിവിറ്റീസ് ദാറ്റ് ഡിവാസ്റ്റേറ്റ് ദ എൻവിറോൺമെൻറ്റ് ആൻഡ് സൊസൈറ്റീസ് കണ്ടിന്യൂഡ് ആണ്. അപ്പോൾ യാതൊരു തടസ്സവും കൂടാതെ ഈ എൻവിറോൺമെൻറ്റിനെ ശരിയാക്കി കൊണ്ടുവരുന്ന ആക്ടിവിറ്റികളൊക്കെ എന്ത് ചെയ്യാണ്? നടന്നുകൊണ്ടിരിക്കുകയാണ്. സൊസൈറ്റീസ് കണ്ടിന്യൂ, സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ, ആക്ടിവിറ്റികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടുഡേ വി ആർ ഫേസ്ഡ് വിത്ത് എ ചലഞ്ച് ദാറ്റ് കോൾസ് ഫോർ എ ഷിഫ്റ്റ് ഇൻ അവർ തിങ്കിങ്. ടുഡേ, ഇന്ന്, വി ആർ ഫേസ്ഡ് വിത്ത് എ ചലഞ്ച്, ഒരു വെല്ലുവിളിയോടെ ഞങ്ങൾ നേരിടുന്നുണ്ട്. ദാറ്റ് കോൾസ് ഫോർ എ ഷിഫ്റ്റ് ഇൻ അവർ തിങ്കിങ് സോ ദാറ്റ് ഹ്യൂമാനിറ്റി സ്റ്റോപ്സ് ത്രെറ്റനിങ് ഇറ്റ്സ് ലൈഫ് സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ ലൈഫ് സപ്പോർട്ട് സിസ്റ്റത്തിന് നേരെ തന്നെ എന്താണ്? ഭീഷണിയായിട്ട് മാറുന്ന ഒരു വെല്ലുവിളി. വി ആർ കോൾഡ് ടു അസിസ്റ്റ് ദ എർത്ത് ടു ഹീൽ ഹെർ വൂൺസ് ആൻഡ് ഇൻ ദ പ്രോസസ് ഹീൽ അവർ ഓൺ ഇൻഡീഡ്, ടു എംബ്രേസ് ദ ഹോൾ ഓഫ് ക്രിയേഷൻ ഇൻ ഓൾ ഇറ്റ്സ് ഡൈവേഴ്സിറ്റി, ബ്യൂട്ടി ആൻഡ് വണ്ടർ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ എൻവിറോൺമെൻറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ്. അപ്പോൾ നമ്മുടെ ലൈഫിന് തന്നെ, ലൈഫ് സപ്പോർട്ടിങ് സിസ്റ്റത്തിന് തന്നെ ഭീഷണിയാണ് എന്ത്? പ്രകൃതിക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിയെ തന്നെ കൊല്ലുന്നത് നമ്മുടെ ലൈഫ് സിസ്റ്റം തന്നെ നശിപ്പിക്കാൻ കാരണമാകുന്ന ഒന്നാണ്. വി ആർ കോൾഡ് ടു അസിസ്റ്റ് ദ എർത്ത്, ഭൂമിയെ നമ്മൾ ടു ഹീൽ ഹെർ വൂൺസ്. അപ്പോൾ ഭൂമിയെ നമ്മൾ വേദനിപ്പിച്ച് കഴിഞ്ഞാൽ ടു ഹീൽ ഹെർ വൂൺസ്, ഭൂമി നമ്മളെ തിരിച്ച് വേദനിപ്പിക്കുമെന്നാണ് പറയാറ് അല്ലേ? അപ്പോൾ ഇവിടെ ഭൂമിയുടെ മുറിവിനെ നമ്മൾ ഹീൽ ചെയ്താൽ, മുറിവ് ഉണക്കി കഴിഞ്ഞാൽ, ഹെർ വൂൺസ് ആൻഡ് ഇറ്റ് ദ പ്രോസസ് ഹീൽ അവർ ഓൺ. അപ്പോൾ ഭൂമിയുടെ മുറിവ് നമ്മൾ ഉണക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭൂമിയുടെ സങ്കടങ്ങൾ നമ്മൾ തീർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സങ്കടങ്ങൾ തന്നെ തീർക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂമിയെ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് ഭൂമിയിൽ മണൽ കുഴിച്ചെടുക്കുക, അത് കല്ല് വെട്ടിയിട്ട് വലിയ കുഴി ഉണ്ടാക്കുക, പർവ്വതങ്ങൾ പൊട്ടിക്കുക,
പാടം തൂർക്കുക എന്നൊക്കെ പറയുന്നത് ഭൂമിയെ വേദനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഭൂമിയെ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭൂമി തിരിച്ച് നമുക്ക് വേദനകളാണ് തരിക. അതേസമയത്ത് ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ മുറിവുകളെ നമ്മൾ ഉണക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ തന്നെ മുറിവുകൾ ഉണക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. ടു എംബ്രേസ് ദ ഹോൾ ഓഫ് ക്രിയേഷൻ ഇൻ ഓൾ ഇറ്റ്സ് ഡൈവേഴ്സിറ്റി, ബ്യൂട്ടി ആൻഡ് വണ്ടർ. അപ്പോൾ ഭൂമിയുടെ മനോഹാരിത, അതുപോലെ അത്ഭുതങ്ങൾ, ഭൂമിയിലെ അത്ഭുതങ്ങൾ, ഭൂമിയുടെ മനോഹാരിത, ഇതൊക്കെ നമ്മുടെ സങ്കടങ്ങളെ കുറക്കാറുണ്ട്. നമുക്കറിയാം, നമ്മൾ എന്തെങ്കിലും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു വെള്ളച്ചാട്ടം കാണുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭൂമി ഒരു ഏകാന്തമായ സ്ഥലത്ത് പോയിരിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അത് നമ്മളെ വല്ലാണ്ട് നമ്മുടെ മനസ്സിന് വല്ലാത്ത ആശ്വാസവും കുളിർമയൊക്കെ നൽകാറുണ്ട് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. ദിസ് വിൽ ഹാപ്പൻ ഓൺലി ഇഫ് വി സീ ദ നീഡ് ടു റിവൈവ് അവർ സെൻസ് ഓഫ് ബിലോങ്ങിങ് ടു എ ലാർജർ ഫാമിലി ഓഫ് ലൈഫ് വിത്ത് വിച്ച് വി ഹാവ് ഷെയർഡ് അവർ എവല്യൂഷണറി പ്രോസസ്സ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിതിനെ ഓവർകം ചെയ്യാൻ കഴിയുള്ളൂ. ദിസ് വിൽ ഹാപ്പൻ ഓൺലി ഇഫ് വി സീ, നമ്മൾ കാണുകയാണെങ്കിൽ മാത്രം, ദി നീഡ് ടു റിവൈവ് അവർ സെൻസ് ഓഫ് ബിലോങ്ങിങ്. അപ്പോൾ നമ്മുടെ സെൻസ്, നമ്മുടെ ഓർഗൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഉണർത്തി ഈ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിവൈവ് ചെയ്യാൻ പറ്റുള്ളൂ ടു എ ലാർജർ ഫാമിലി ഓഫ് ലൈഫ്. അപ്പോൾ നമ്മുടെ ഒരു വ്യക്തിയുടെ കുടുംബം, അവർ ലൈഫ് മാത്രമല്ല, ഈ വലിയ കുടുംബത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രക്ഷിച്ച് കൊണ്ടുവരാൻ കഴിയുള്ളൂ. വിച്ച് വി ഹാവ് ഷെയർ അവർ എവല്യൂഷണറി പ്രോസസ്സ്. അപ്പോൾ പരമ്പരാഗതമായിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ എവല്യൂഷണറി പ്രോസസ്സിലൂടെ ഇതിങ്ങനെ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ജീവിക്കുന്നു, നമ്മളിതിനെ പിന്നെ നല്ല രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമാണ് അടുത്ത തലമുറക്ക് അത് ആ ഒരു രീതിയിൽ തന്നെ അവർക്ക് കൈമാറാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഭൂമിയെ നല്ല രീതിയിൽ കൊണ്ടു നടക്കണം എന്നുള്ളതാണ് ആര് പറയുന്നത്, നമ്മുടെ വാങ്കരമാത്തെ പറയുന്നത്. നമുക്കറിയുന്ന കാര്യം തന്നെയാണ് അവർ പറയുന്നതും. ഓക്കെ, അപ്പോൾ ഇന്നിവിടെ ക്ലാസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇതുവരെ ഇതിൽ എടുത്തിട്ടുള്ള ഹോംവർക്കുകളൊക്കെ ചെയ്യുക, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.